എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അലീന പറയും, നല്ല തണലല്ലേ, നമുക്ക് ഈ ആലിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെ ആലിൻ്റെ ചോട്ടിലിരുന്ന് സംസാരിക്കുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, മോളുടെ പേടിയൊക്കെ മാറിയോ എന്ന്. അന്നേരം ശരണ്യ പറയും, എനിക്കിപ്പോൾ പേടിയൊക്കെ മാറി, ഞാൻ എൻ്റെ പേടിയും സങ്കടവും എല്ലാം കൃഷ്ണനെ ഏൽപ്പിച്ചു, ഇപ്പോൾ എനിക്കൊരുപാട് ആശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് ചേച്ചി എന്ന് പറയുവാണേ. അന്നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് അലീന ശരണ്യോട് ചോദിക്കും, ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആരെയാണ് എന്നറിയാവോ, എന്തിനെയാണ് എന്നറിയാവോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ശരണ്യ പറയും, വെള്ളപ്പൊക്കം, തീയ്, പിശാജ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊന്നുമല്ല, മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മനുഷ്യനെ തന്നെയാണ്. മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ മറ്റൊരു ജീവിയും അതിൻ്റെ കൂട്ടത്തിലുള്ള ജീവികളെ ഉപദ്രവിച്ചിട്ടില്ല. മനുഷ്യനെ കൊന്നു തള്ളിയതുപോലെ വേറെ ഒരു ജീവിവർഗവും അതിൻ്റെ കൂട്ടത്തിലുള്ളവരെ കൊന്നു തള്ളിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം ശരണ്യ അത് കേട്ടുകൊണ്ട് ഇരിക്കുവാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുഷ്യനാണ് പുറകിൽ കത്തി പിടിച്ച് കുത്താൻ കത്തിയും കൊണ്ട് വന്നതിന് ശേഷവും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, ചതിക്കുന്നത്, മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി എന്തു നുണയും പറയുന്നത് എല്ലാം മനുഷ്യനാണ്. മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ അത്രയൊന്നും മനുഷ്യനോട് മറ്റൊരു ജീവിയും ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ കേട്ടിരുന്ന് കഴിയുമ്പം ശരണ്യയ്ക്കൊരു കുറ്റബോധം. ശരണ്യ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അലീനയോട് പറയുവാണ്, ചേച്ചി, ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഒരു സത്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നുമോ, എന്നോട് വെറുപ്പ് തോന്നുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, അതെന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നീ പറ എന്നിങ്ങനെ പറയുവാണ്. നേരമാണ് ശരണ്യ പറയുന്നത്, ചേച്ചി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആ പയ്യനില്ലേ രോഹിത്, അവൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല ചേച്ചി എന്ന് പറയുമ്പം അലീന ഇങ്ങനെ ഞെട്ടലോടെ കേട്ടിരിക്കുവാണ്. എന്നിങ്ങനെ പറയുമ്പം ശരണ്യ പറയുന്നുണ്ട്, എൻ്റെ റൂമിലേക്ക് ബാക്കി 3 പേരും കൂടി പിടിച്ചു വലിച്ചാണ് ആ ചേട്ടനെ കൊണ്ടുവന്നത്. എന്നിട്ടും ആ ചേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ തയ്യാറായില്ല. അവർ നിർബന്ധിച്ച് എൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് വരുമായിരുന്നു ആ ചേട്ടനെ എന്നിങ്ങനെ പറയുവാണ് ശരണ്യ. എന്നിട്ട് പിന്നെ ആ സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ അവന്മാർ 3 പേരും കൂടി വലിച്ചഴിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്നു. അന്നേരവും രോഹിത്ത് പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വേണ്ടടാ, ഞാനത് ചെയ്യില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് ശരണ്യയുടെ ബെഡിലേക്ക് തള്ളിയിടുക. അങ്ങനെ തള്ളിയിട്ട് കഴിയുമ്പം ശരണ്യ പറയുന്നുണ്ട്, ചേട്ടാ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെക്കൊണ്ട് വയ്യ, എന്നെ ഉപദ്രവിക്കരുത് ചേട്ടാ, ഇനി ഞാൻ ചത്തുപോകുമെന്ന് ശരണ്യ പറയുവാണ്. ഭയങ്കര വിഷമത്തോടെ രോഹിത്ത് ശരണ്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ രോഹിത്തിനെ ഈ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പം ശരണ്യ ഭയങ്കര വിഷമത്തോടെ ഹരിയോട് പറയുന്നുണ്ട് കേട്ടോ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെക്കൊണ്ട് ഇനി വയ്യ എന്നൊക്കെ പറയുമ്പം അവൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല, അവൻ നിന്നെ സ്നേഹിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കൊണ്ടതിന് ശേഷവും രോഹിത് സമ്മതിക്കുന്നില്ലല്ലോ. രോഹിത് അവിടുന്ന് ചാടി എഴുന്നേക്കും, ശരണ്യയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ലടാ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊന്നാലും ഞാൻ ഇതൊന്നും ചെയ്യില്ല, എനിക്ക് വേണ്ട എന്ന് പറയുമ്പം പെട്ടെന്ന് ഹരി പറയുവാണ്, എടാ നട്ടലില്ലാത്തവനെ, നിനക്ക് വേണ്ടിയല്ല ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുക. അന്തേക്കും ഭയങ്കര പേടിയോടെ രോഹിത്, അല്ല, എനിക്ക് വേണ്ടിയൊന്നുമല്ല, വെറുതെ നുണ പറയുന്ന ആട്ടോ എന്നിങ്ങനെ പറയും ശരണ്യയോട് രോഹിത്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഇവളെ ചതിച്ചുകൊണ്ട് വന്നല്ലേടാ ഇവിടെ, എന്നിട്ട് നീ എന്നെ ഈ പറയുന്നേ എന്ന് രോഹിത് ചോദിക്കുന്നതേക്കും ഒരെണ്ണം അങ്ങ് കൊടുക്കും, കാരണം തീർത്ത രോഹിത്തിൻ്റെ. എന്നിട്ട് ദേ നട്ടലില്ലാത്തവനെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വരെ എത്തിച്ചിട്ട് നീ മാത്രം അങ്ങനെ പുണ്യാളനാവുമെന്നും വേണ്ട, നീ അങ്ങനെ ഇവിടുന്ന് പോകുകയും വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നീയും പോയാൽ മതി എന്ന് പറഞ്ഞ് അവന്മാർ 3 പേരൂടെ രോഹിത്തിനെ വലിച്ചഴിച്ച് അവിടുത്തെ ആ റൂമിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഹരി പറയുന്നുണ്ട്, ബന്ധമൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ ഞാൻ പറയുന്ന കാര്യമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പന്ന വൃത്തികെട്ടവൻ. ഏതായാലും രോഹിത്തിനെ വലിച്ചഴിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ അകത്തേക്കിട്ട് പൂട്ടുവാണ്. അന്നേരവും അവിടെ കിടന്ന് ഉറക്കെ കരയുന്നുണ്ട് രോഹിത്ത്, എടാ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്, എനിക്കിതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരാരും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞും ഹരി പിന്നെയും ശരണ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശരണ്യ അപ്പോഴും പറയുന്നുണ്ട്, എന്നെ ഇനി ഉപദ്രവിക്കരുത്, എന്നെക്കൊണ്ട് വയ്യ, ഞാൻ ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ അവശളം ചിരിയും ചിരിച്ചുകൊണ്ട് അവൻ ശരണ്യയുടെ അടുത്ത് പിന്നെയും ഇരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശരണ്യ അലീനയോട് പറഞ്ഞതാണ്. എന്നിട്ട് ചേച്ചിക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടോ ഞാനിത് തുറന്ന് പറയാത്തതിന് എന്നിങ്ങനെ ചോദിക്കുമ്പം അലീന ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇത് മറച്ചു വെച്ചത്, ഇത് നേരത്തെ തുറന്ന് പറയണ്ടായിരുന്നോ, വീട്ടുകാരോടും പോലീസുകാരോടും ബാക്കി എല്ലാവരോടും മോൾ ഇത് തുറന്ന് പറയേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ശരണ്യ പറയുന്നത്, ശരണ്യ ഈ കാര്യങ്ങളും മൊത്തം പോലീസിനോട് സഹിതം എല്ലാവരോടും പറഞ്ഞ, പോലീസിനോടും വീട്ടുകാരോടും ഒക്കെ തുറന്ന് പറഞ്ഞതാണ്. അന്നേരം പോലീസുകാർ പറഞ്ഞത്, അത് സാരമില്ല, 4 പേരുള്ളതാണ് നല്ലത്, പീഡിപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതാണ് എപ്പോഴും കേസിന് ബലം തരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും നിർബന്ധിക്കുമ്പോൾ
ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, വീട്ടിലും പറഞ്ഞായിരുന്നു, പക്ഷെ ആരും സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഇത്തിരി സങ്കടമാകുന്നുണ്ട്. അന്നേരം ശരണ്യ ചോദിക്കും, ചേച്ചിക്ക് എന്നോട് ഇപ്പം ദേഷ്യം തോന്നുന്നുണ്ടോ, വെറുപ്പ് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയും, ഇല്ല മോളെ, നീ ഒരു പാവമാ, നിന്നോട് ഞാൻ ദേഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്, ഞാനിതെല്ലാം തുറന്നു പറയണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ മോളുടെ ഇഷ്ടം, ഞാൻ മോളെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല വന്നത്, മോളുടെ മനസാക്ഷിക്ക് തോന്നുന്നത് മോൾ ചെയ്തു, എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. മോൾക്കിങ്ങനെ ഒരവസ്ഥ വന്നപ്പം എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു, അവൾ തളർന്നു കിടക്കുവാണ്, അവളുടെ അടുത്തേക്ക് ചെല്ലണം, അവളെ ആശ്വസിപ്പിക്കണം, അവളെ എഴുന്നേപ്പിച്ച് നടത്തണം എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു. മോളെ അവിടെ നിന്നും എഴുന്നേപ്പിച്ച് ദേ ഇവിടെ ഈ അവസ്ഥയിൽ വരെ ഞാൻ എത്തിച്ചു. അത് ഞാൻ എൻ്റെ മനസാക്ഷിയോട് കാണിച്ച ഒരു നീതിയാണ്. അതുതന്നെയാണ് മോളും ചെയ്യേണ്ടത്. മോളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, മനസാക്ഷി എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും അലീന രോഹിത്തിൻ്റെ മുഖം ഓർക്കുന്നുണ്ട് കേട്ടോ. അന്ന് ആദ്യമായിട്ട് തെളിവെടുപ്പിനാണ് എന്ന് പറഞ്ഞാൽ അലീനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയായിരുന്നല്ലോ. അന്നേരം രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രോഹിത് ഭയങ്കര ദയനീയമായിട്ടല്ലേ അവിടെ നിന്നത്, അതും മനസ്സിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും അലീനെ പരാതി കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന സമയത്ത് ഇവരെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു കയറി പോകുമ്പം രോഹിത് ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഭയങ്കര വിഷമത്തോടെ അലീനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അതൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ്. അത്തേക്കും ഗോപൻ വന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് ഓമനക്കോട്ടം വന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാം, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുമോ, ഇനി എന്താ വാ എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീന പറയും, ശരി നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ശരണ്യയ്ക്കാകെ വിഷമമാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോളുടെ മനസ്സിലെന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യുക, ഇനിയും എല്ലാ ദിവസവും പുറത്തൊക്കെ ഇറങ്ങി നടക്കണം, എങ്കിൽ എന്നും അമ്പലത്തിൽ വന്ന് തൊഴണം, തന്നെ വരണ്ടല്ലോ, അതേ ഓമനക്കൂട്ടം കൂടെ വരും, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നതുമാണ് കാണിക്കുന്നത്. പിന്നീട് അലീന ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് എത്തുന്നു. വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പം അകത്ത് ബബിത ഇരിപ്പുണ്ട്. അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ വയ്യെ വന്ന് നോക്കുമ്പം അലീനയാണ് എന്ന് കാണും. അന്നേരം ജന്തു എവിടേക്കോ കറങ്ങിയിട്ട് വന്നേക്കുക എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം കുറച്ച് നേരം എടുത്തിട്ടും ഡോറ് തുറക്കാത്തത് കൊണ്ട് അലീന ഒന്നുകൂടെ കോളിംഗ് ബെൽ അടിക്കും. അന്നത്തേക്കും വാതിൽ ഓർക്കും. എന്നിട്ട് ഒരു തവണ കോളിംഗ് ബെൽ അടിച്ചതല്ലേ, പിന്നെ എന്തിനാ നീ അത് അടിച്ച് തകർക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഒരു തവണ അടിച്ചപ്പം കേട്ടില്ല എന്ന് തോന്നി, ഇത്ര നേരമായിട്ടും ഡോറ് തുറക്കാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ അടിച്ചത് എന്ന് പറയുന്നതേക്കും ദേഷ്യപ്പെട്ട് ബബിത പറയുവാണ്, അതെ ഇവിടെ ആരും ഡോറ് തുറക്കാൻ വേണ്ടി ഡോർ കീപ്പറായിട്ട് നിൽക്കുന്നൊന്നുമില്ല, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന ഒന്നും മിണ്ടാതെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അതുപോലെ കൃഷ്ണമോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ അവൾ കിടന്ന് ഉറങ്ങുക, പിന്നെ അച്ഛൻ രണ്ടുപേരോട് ഒരുമിച്ചല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, കാർ പോർച്ചിൽ അച്ഛൻ്റെ കാർ കിടപ്പുണ്ടോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ച് ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ കാർ പോർച്ചിലേക്ക് നോക്കിയില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്, അച്ഛൻ ഇവിടെ ഇല്ല എന്നൊരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഞാൻ പറയും, നീ പിന്നെ എന്നാത്തിനെ രണ്ട് ഉണ്ട കണ്ണ് മുഖത്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് തുള്ളിച്ചാടി അകത്തോട്ട് പോവാണ്. അലീന അകത്തോട്ട് കയറി വരും. എന്നിട്ട് ആകെ വിഷമവും ടെൻഷനൊക്കെയാണ്. അതുകൊണ്ട് അലീന ഫോൺ എടുത്ത് ബാലേന്ദ്രനെ വിളിക്കും. എന്നിട്ട് അച്ഛൻ എങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, എനിക്ക് ഭരണങ്ങാനം വരെ ഒന്ന് പോകണം, എന്താ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഇല്ല അത്യാവശ്യമൊന്നുമില്ല, അച്ഛൻ വരുമ്പോൾ ഞാൻ പറയാം, എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് പോയിട്ട് എന്തായി, ശരണ്യെ കണ്ടോ, അവളെ ആശ്വസിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശ്വസിപ്പിച്ചു, ഞങ്ങളിന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നു, അമ്പലത്തിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും നന്നായി, അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നത്. പിന്നെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അലീന ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ ബാലേന്ദ്രൻ വരുന്നതേ ഓടിപ്പോയി ഡോറ് തുറക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാത്തിരിക്കുമായിരുന്നോ എന്ന്. അന്നേരം അലീന പറയും, അതേ എന്ന് പറയും. കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, അത് ഫ്രിഡ്ജ് വയ്ക്കാൻ പറയും. അലീന അതുകൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് പോകുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛന് ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നിനക്കെന്തോ പറയാനുണ്ടെന്നല്ല പറഞ്ഞത്, അതിങ്ങ് പറ ആദ്യം എന്ന് പറയും. അന്നേരം അലീന ആദ്യമേ പറയുന്നുണ്ട്, അച്ഛൻ ദേഷ്യപ്പെടരുത്, ബഹളം വെക്കരുത്, എന്ത് കാര്യത്തെയും നമുക്ക് സമാധാനത്തോടു കൂടി നേരിടണം, അങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുമ്പം, എന്താ നീ കാര്യം ഏതായാലും പറ എന്നിങ്ങനെ പറയുന്നു. അന്നേരം ആണ് അലീന പറയുന്നത്, ഞാൻ ഇന്ന് ശരണ്യായിട്ട് പുറത്ത് നടക്കാൻ പോയി എന്ന് പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെ പോയ സമയത്ത് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ഭയങ്കര ആകാംക്ഷയോടെ, അതെന്താ നീ പറ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുവാണ്, രോഹിത്ത് അവളെ തൊട്ടിട്ട് പോലുമില്ല, ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞു എന്ന്
പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പോലീസിൽ കാര്യങ്ങളെല്ലാം പറയും, ഇതെല്ലാം തെളിയിക്കുമോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതുപോലെ അതിനിടയ്ക്ക് മനു അങ്ങോട്ട് വരുന്നുണ്ട്. മനുവും അലീനയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഇത്രയും ദേഷ്യപ്പെട്ടൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛാ ശരണി എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നൊരു നിലപാട് അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അവളൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ തോറ്റുപോകും. അതുകൊണ്ട് ഇങ്ങനെയല്ല ഇതിനെയൊന്നും ഡീൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മനുവായിട്ട് സംസാരിക്കുമ്പോൾ മനുവും പറയുന്നുണ്ട്, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ രക്ഷിക്കുക എന്നുള്ളതല്ലേ ഇതിൻ്റെ അകത്തെ നീതി എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ശരണ്യെ കൊണ്ട് സത്യം പറയിപ്പിക്കാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ശരണ്യയ്ക്ക് അപ്പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരണ്യ ചിലപ്പം ഒന്നും തുറന്നു പറയല, അതൊരു പാവം കൊച്ചല്ലേ. അപ്പം പോലീസുകാരും വീട്ടുകാരും നീ മാറ്റി പറയണ്ട എന്ന് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അലീനയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിലും ശരണ്യ അത് തുറന്നു പറയണമെന്നില്ല. ശരണ്യ തുറന്നു പറയാത്തിടത്തോളം കാലം ഒരു നിയമവഴിയിലൂടെയും ബാലേന്ദ്രന് രോഹിതിനെ രക്ഷിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എടുത്തു ചാടരുത്, ദേഷ്യപ്പെടരുത് എന്ന് അലീന പറയുന്നത്.